നിങ്ങൾ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണോ? നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടക്കേണ്ടി വരാറുണ്ടോ? നിങ്ങൾക്ക് എലിജിബിൾ ആയ എല്ലാ ഇളവുകളും കിഴിവുകളും നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? നമസ്കാരം. ധനമന്ത്രാലയത്തിന്റെ പുതിയൊരു കണക്ക് നിങ്ങൾ അറിഞ്ഞോ? 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ 10.22 ലക്ഷം കോടി രൂപയായിരിക്കും നമ്മളെ പോലുള്ള സാധാരണക്കാരെ കൊടുക്കുന്ന ഇൻകം ടാക്സ് എന്നാണ് ആ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം 9.22 ലക്ഷം കോടി രൂപയായിരുന്നു. എന്ന് വെച്ചാൽ 1 ലക്ഷം കോടി രൂപയുടെ വർധനവ്. ഇത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. 21,000 രൂപ ശമ്പളം വാങ്ങുന്ന പ്യൂൺ അടങ്ങുന്ന ആളുകളുടെ കഥയാണ് ഈ പറയുന്നത്. ടാറ്റ, ബിർള, അദാനി, അംബാനി പോലുള്ള വൻകിട ബിസിനസ്സുകാരുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അതിനെന്തായിരിക്കാം ഒരു കാരണം? യഥാർത്ഥത്തിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് എലിജിബിൾ ആയ എല്ലാ ഇളവുകളും കിഴിവുകളും ഡിഡക്ഷൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന്. നമുക്ക് കൃത്യമായി അവകാശപ്പെട്ട എല്ലാ ഡിഡക്ഷൻസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അടയ്ക്കുന്ന ടാക്സിന്റെ അളവും കുറയും. കോർപ്പറേറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റുകൾ അവർക്ക് എലിജിബിളായ എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിലാണോ ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവലംബിച്ചതിന് ശേഷം മാത്രമേ അവർ ഇൻകം ടാക്സ് അടയ്ക്കുകയുള്ളൂ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനിയും വൈകിട്ടില്ല.